നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു നോമ്പുകാലത്തിലായിരിക്കുന്നു, നോമ്പുകാല ധ്യാനങ്ങളിലൊക്കെ ആയിരിക്കുന്നു എന്ന് നമുക്കറിയാം. അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രസിദ്ധിയും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഈ നോമ്പുകാലത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരപ്പൻ്റെയും മകൻ്റെയും വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ് ആയിരുന്നു നടന്നത് എന്നുള്ളതാണ്. അതായത് തിരുവെഴുത്തുകൾ നിവൃത്തിയാകേണ്ടത് വലിയവനായിട്ടുള്ള പിതാവ് സ്വന്തം പുത്രനെ ലോക ജനതയ്ക്ക് വേണ്ടി, പാപികളായ നമുക്ക് വേണ്ടി ഏറ്റവും മോശകരമായിട്ടുള്ള അപമാനകരമായിട്ടുള്ള അപമാനം നിറഞ്ഞ മരണം വഹിക്കുന്നതിന് വേണ്ടി ഏൽപ്പിച്ച് ആക്കിയ ആ ഒരു ഓർമ്മയാണ് നമ്മൾ നോമ്പുകാലത്തിൽ ആചരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ നോമ്പുകാലത്തിലൊക്കെ നമ്മുടെ ആ ഒരു അപ്പൻ്റെയും മകൻ്റെയും ത്യാഗം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു കുറ്റബോധമായിട്ട് അത് നമ്മളിൽ ഒരു പശ്ചാത്താപം ഉളവാക്കുവാനും നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ അതൊരു അനുതാപത്തിൻ്റെതായി തീരുവാനും നമ്മൾക്ക് ഏവർക്കും സാധിക്കട്ടെ. ദൈവം അതിനെ നമ്മളെ ഈ നോമ്പുകാലത്തിൽ നമ്മളെ സഹായിക്കുവാനാകട്ടെ. അല്പനേരത്തെ ചിന്തയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 21-ാം വാക്യം. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറയും. നമ്മൾ ഇന്ന് വായിച്ചു കേട്ട ഈ വേദഭാഗം മത്തായി 26-ാം സുവിശേഷം 19 മുതൽ 25 വരെ നമുക്ക് ഏവർക്കും പരിചിതമായിട്ടുള്ളത്, ഒരുപക്ഷെ കേട്ട് പഴകിയതുമായിട്ടുള്ള ഒരു ഭാഗമാണ്. അതായത് നമ്മുടെ ദുഃഖവെള്ളി പെസഹ വേളമൊക്കെ വരുമ്പോൾ ഒരു സ്ഥിരം പുള്ളിയാണ് നമ്മുടെ യൂദ എന്ന് പറയുന്നത്. അതായത് ഈ ഭാഗം എന്തുകൊണ്ട് പ്രസിദ്ധമാണ്? അതായത് ക്രൂശിന്റെ ആരംഭം ഇവിടെ നിന്നാണ്. തന്നെ ഒറ്റിക്കൊടുക്കുന്നവനെ ക്രിസ്തു യേശു വെളിപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ വായിച്ചത്. ഒറ്റിക്കൊടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് പോലും അറിയാം. ആരാണ് ഒറ്റിക്കൊടുത്തത്? യൂദ. ആരായിരുന്നു യൂദ? യേശുവിന് ആരായിരുന്നു? അവർ തമ്മിൽ എന്തെങ്കിലും ശത്രുത ഉണ്ടായിരുന്നു? അവർ തമ്മിൽ എന്തെങ്കിലും പകയുണ്ടായിരുന്നു? അവർ തമ്മിൽ എന്തെങ്കിലും വിദ്വേഷം ഉണ്ടായിരുന്നു? ഇല്ല. യേശു കറക്റ്റായിട്ട് തിരഞ്ഞെടുത്ത 12 പേരിൽ പ്രിയപ്പെട്ടവനായിരുന്നു. 12 പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. അതിൽ പ്രിയപ്പെട്ടവനായിരുന്നു യൂദ. ആ യൂദയാണ് ക്രൂശിന്റെ ആരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതായത് തൻ്റെ പ്രാണസ്നേഹിതന് മറ്റുള്ളവർക്ക് ഒറ്റിക്കൊടുത്ത, അതായത് ചതി, സ്നേഹിതൻ ചെയ്ത ചതി. തൻ്റെ പ്രാണസ്നേഹിതൻ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് അറിഞ്ഞിട്ടും യേശു ക്രിസ്തു അവനെ കൊണ്ട് നടക്കുകയാണ്. ക്രൂശിന്റെ അറ്റം വരെയും അവനെ സ്നേഹിത എന്ന് വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ക്രൂശിന്റെ ആരംഭം ചതിയായിരുന്നു. ഇത് തന്നെയല്ലേ നമ്മൾ ഇന്നത്തെ വാർത്തകളിലൊക്കെ കേൾക്കുന്നത്? ഇന്നത്തെ തലമുറയിൽ നമ്മൾ കാണുന്നതും ഇതല്ലേ? നമ്മളെ വളർത്തി വലുതാക്കിയവരെയും നമുക്ക് ചെയ്തു തരുന്ന ഓരോന്ന് നന്മകൾ ചെയ്തു തരുന്ന നമ്മുടെ കൂട്ടുകാരാകട്ടെ, ബന്ധുക്കളാകട്ടെ, അപ്പനാകട്ടെ, അമ്മയാകട്ടെ, അവർക്കൊക്കെ എതിരെ തിരിയുന്ന ഒരു സമൂഹമാണ് ഇന്നുള്ളത്. യൂദ എന്തിനായിരിക്കും യേശുവിനെ ചതിച്ചത്? എന്തായിരുന്നു ആ ചതി കൊണ്ട് ഉണ്ടായത്? മറ്റൊന്നുമല്ല, പണം എന്ന മോഹം. മഹത്തായതിനു വേണ്ടി അതിമഹത്തായതിനെ ഉപേക്ഷിച്ച് കളഞ്ഞ യൂദ. പണം എന്ന മോഹം, ദ്രവ്യാമോഹം കടന്നു വന്നപ്പോൾ അവന്റെ മനസ്സിൽ ചതി ഉണ്ടായി. അതായത് ആ ചതി വരാൻ കാരണം അവന്റെ ദൈവത്തെ മറന്നു കളഞ്ഞു എന്നുള്ളതാണ്. ഈ ക്രൂശിന്റെ ആരംഭത്തിന്റെ ഒന്നാമതായി എനിക്ക് പറയാനുള്ളത്, യൂദ ദൈവത്തെ മറന്നു കളഞ്ഞു. അവൻ കർത്താവിനെ, അവന്റെ സ്നേഹിതനായ കർത്താവിനെ അവന്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളഞ്ഞു. എപ്പോഴാണോ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ കർത്താവിനെ എടുത്തു കളയുന്നത്, ആ നിമിഷം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതാണ് ചതി, വഞ്ചന, പക, പിണക്കം എന്നിങ്ങനെയുള്ള എല്ലാ ദുശ്ചിന്തകളും നമ്മുടെ ഹൃദയത്തിൽ വരുന്നത് നമ്മുടെ കർത്താവില്ലാത്തപ്പോഴാണ്. നമ്മുടെ കർത്താവിനെ നമ്മൾ മറന്നു കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ നിലനിൽപ്പ് ഇല്ല. ഞാൻ പറയട്ടെ, ഇന്നത്തെ യുവതലമുറയോടും, നമ്മുടെ കുഞ്ഞുങ്ങളാണല്ലോ കൂടുതലും, അവരോടെ കൂടുതലായി പറയാനുള്ളൂ. മറ്റൊന്നുമല്ല, നമ്മുടെ ദൈവത്തെ മറന്നു കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ളവരെ, നമ്മുടെ പ്രാണസ്നേഹിതനെ നമ്മൾ മറന്നു പോകും, നമ്മളവരെ ചതിക്കും. അന്ന് യൂദ 30 വെള്ളിക്കാശിന് വേണ്ടിയാണെങ്കിൽ ഇന്നത്തെ സമൂഹം ലഹരിക്ക് വേണ്ടി അല്ലെങ്കിൽ മദ്യത്തിന് വേണ്ടി പണത്തിന് വേണ്ടി ഒക്കെ തന്റെ പ്രാണനായ
മക്കളായിരുന്നവരെ ചതിക്കുന്ന ഒരു ലോകം. എങ്ങനെയാണ് അവർക്ക് ചതിക്കാൻ കഴിയുന്നത്? അവരുടെ ഉള്ളിൽ ദൈവമില്ല. യൂദ ചെയ്തത് വലുതാണ്. ഒന്നാമതായി അവൻ അവന്റെ കർത്താവിനെ മറന്നു കളഞ്ഞു. കർത്താവിനെക്കാളും വലുതായിട്ട് അവൻ പണത്തെ മോഹിച്ചു. ദ്രവ്യാമോഹം അവനിൽ ഉണ്ടായി. അതുകൊണ്ട് അവൻ കർത്താവിനെ മറന്നു കളഞ്ഞു. പ്രിയമുള്ളവരെ, നമുക്ക് ഇതുപോലെ നമ്മുടെ സാഹചര്യങ്ങൾ വരും. നമ്മൾ ദൈവത്തെ മറന്നു കളഞ്ഞിട്ടുണ്ട്, നമ്മൾ അവനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. നമ്മുടേതായ മോഹങ്ങൾ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, എനിക്ക് പണം വേണം, അല്ലെങ്കിൽ എനിക്ക് സ്ഥാനമോഹങ്ങൾ വേണം എന്ന് പറഞ്ഞ് നമ്മൾ അതിന്റെ പുറകെ പോകുമ്പോൾ നമ്മൾ നമ്മുടെ ദൈവത്തെ, കർത്താവിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ കർത്താവില്ലാതെ ഒരു നിമിഷം പോലും നമുക്ക് ജീവിക്കാനായിട്ട് കഴിയുന്നു. കർത്താവിനെ തള്ളിക്കളഞ്ഞ് മറന്നു കളഞ്ഞ് നമ്മൾ ഒരിക്കലും നീങ്ങരുത്. കർത്താവിന് ഒരുപക്ഷെ മറ്റൊരാള് ഒറ്റിക്കൊടുത്താൽ കർത്താവിന് ഇത്ര വേദന വരില്ല. ഒറ്റിക്കൊടുത്തത് പ്രാണസ്നേഹിതനാണ്. പലപ്പോഴും ഇങ്ങനെയാണ്. ഒരു ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്തുവിനെ മറന്നു കളഞ്ഞാലോ മനസ്സിലാക്കാതിരുന്നാലോ അവന് വേദന വരില്ല. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് നമ്മൾ മറ്റു ലഹരിക്കും മറ്റു വസ്തുവകൾക്കും പണത്തിനും പിന്നാലെ കർത്താവിനെ മറന്നു പോയി കളഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്നത് ഏറ്റവും വലുതായിരിക്കും. അതെന്താണെന്ന് നമുക്ക് താഴോട്ട് വായിക്കാം. രണ്ടാമതായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 26:24 തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു സത്യം. മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യന് ഹാ കഷ്ടം. ആ മനുഷ്യൻ ജനിക്കാതിരുന്നു എങ്കിൽ അവന് കൊള്ളായിരുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന് അറിയാം, വ്യക്തമായിട്ട് അറിയാം, എന്നെ എന്റെ കൂട്ടത്തിലുള്ള യൂദ ഒറ്റിക്കൊടുക്കുമെന്ന് കറക്റ്റായിട്ട് അറിയാം. കാര്യം ബൈബിളിൽ വായിക്കുന്നുണ്ടല്ലോ, എല്ലാ തിരുവഴുത്തും നിവൃത്തിയാകേണ്ടത്. അതുപോലെ പ്രാണസ്നേഹിതൻ കുതികാൽ തകർക്കും എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിന് വ്യക്തമായിട്ട് അറിയാം. ഇത്രയും അറിയാവുന്ന ക്രിസ്തു അവസാന നിമിഷത്തിൽ എല്ലാവരും കൂടെ ഇരുന്നപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇത്രയും മോശമായ രൂക്ഷമായ വാക്ക് ഉപയോഗിച്ചത്? അയ്യോ, ആ മനുഷ്യൻ ജനിക്കാതിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തായിരിക്കും? നമ്മൾ പലപ്പോഴും പലരെയും കുത്തി പറയാറുണ്ട്. അതുപോലെ യേശു ക്രിസ്തു ഇവിടെ കുത്തി പറയുകയാണ്. നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ പഠിക്കാതിരിക്കുമ്പോഴൊക്കെ നമ്മളോട് പറയും, നീ വല്ല മേസരി പഠിക്കു പോടാ. എന്തിനാ പറയുന്നത്? അതിന് പോകാൻ വേണ്ടിയാണോ? ഒരിക്കലും അല്ല. അങ്ങനെയെങ്കിലും എന്തെങ്കിലും തലയ്ക്കകത്ത് ആളുതാമസം ഉണ്ടായി നീ പഠിക്ക് എന്നൊരു ചിന്ത കൊണ്ട് മാത്രം പറയുന്നതാണ്. അതുപോലെ ഇവിടെ ക്രിസ്തു പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. എന്തിനാണ്? യേശു ക്രിസ്തു അവിടെ അവസരം കൊടുക്കുകയാണ്. ഞാൻ അനുഭവിക്കാൻ ഒരു അവസരം തരുന്നുണ്ട്. നീ തിരിഞ്ഞു വരുമോ? നിനക്ക് ഞാൻ ഒരു അവസരം തരുന്നുണ്ട്. അതിനാണ് അത്രയും രൂക്ഷമായിട്ടുള്ള വാക്ക് അവിടെ ഉപയോഗിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെടുത്തും കർത്താവ് അങ്ങനെയാണ്. നമ്മൾ അവരെ മറന്നു കളഞ്ഞു എന്ന് തോന്നുമ്പോൾ പലതരമായ രൂക്ഷമായ വാക്കുകളും കർത്താവ് നമ്മളോട് പറയും. നീ ജനിക്കാതിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു, നീ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതൊരിക്കലും നമ്മുടെ തകർച്ചയ്ക്ക് വേണ്ടിയല്ല, നമുക്ക് അനുതപിക്കാൻ, നമുക്ക് തിരിച്ചു വരവിന്, നമുക്ക് മടങ്ങി വരവിന് ഒരു അവസരം അവൻ തരികയാണ്. യൂദയ്ക്ക് അതുപോലെ അവസരം കൊടുത്തു. കാരണം തന്റെ പ്രാണസ്നേഹിതനാണ് ഒറ്റിക്കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കലും അവൻ നഷ്ടപ്പെട്ടു പോകരുത് എന്നിൽ നിന്ന്. അതുകൊണ്ട് അവനൊരു അവസരം കൊടുക്കുകയാണ്. എന്നാൽ യൂദ ആ അവസരം മനസ്സിലാക്കിയില്ല. ലാസ്റ്റ് അവസാന നിമിഷത്തില് ഇതിലെ ഒരു രംഗമുണ്ട്. യൂദ വരുന്നുണ്ട്, യേശു കർത്താവിന്റെ അടുത്ത് ചുംബനം കൊടുത്ത്. അപ്പോൾ യേശു കർത്താവ് പറയുന്നുണ്ട്, സ്നേഹിത, നീ വന്ന കാര്യം എന്ത്? യേശുവിന് വ്യക്തമായിട്ടറിയാം അവൻ ഒറ്റിക്കൊടുക്കാനാണ് വന്നതെന്ന് വ്യക്തമായിട്ടറിയാം. അവസാനം ചോദിക്കുന്നുണ്ട് ആ ഒരു വാക്ക്, സ്നേഹിത, നീ വന്ന കാര്യം എന്ത്? ഏറ്റവും താഴ്മയല്ല, ഒരു നിസ്സഹായ അവസ്ഥ. ദൈവമേ, എന്റെ പ്രാണ സ്നേഹിതനിത എന്ന് ഒറ്റിക്കൊടുത്തിരിക്കുന്നു, എന്നെ കാണിച്ചു കൊടുത്തിരിക്കുന്നു. അപ്പോഴും സ്നേഹിത എന്ന് വിളിക്കുന്നത് ആ ഒരു ഇമ്പമുള്ള വാക്കില് നിനക്ക് മാറാൻ താല്പര്യമുണ്ടോ സ്നേഹിത? അതാണ് നീ വന്ന കാര്യം എന്ന് ചോദിക്കുന്നത്. അപ്പൊ കർത്താവ് നമുക്ക് ഒരുപാട് അവസരങ്ങൾ തരും. നമ്മൾ മറന്നു കളയുമെന്ന് തോന്നുമ്പോൾ ഒരുപാട് അവസരങ്ങൾ തരും. രൂക്ഷമായ വാക്കായിരിക്കും അത്, ചിലപ്പോൾ ഏറ്റവും ഇമ്പമുള്ള വാക്കായിരിക്കും. പലപ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല. പലപ്പോഴും നമ്മൾ കേട്ടാലും കേട്ടില്ലെന്ന് നടിക്കാറുണ്ട്. അപ്പോഴൊക്കെയാണ് നമുക്ക് യേശു കർത്താവ് യൂദയെ വിളിച്ച വാക്കുകൾ വിളിക്കേണ്ടി വരുന്നത്, നാശയോഗ്യനെന്നും പിശാചെന്നും ഒക്കെ. നമ്മൾ ഒരിക്കലും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവരല്ല കർത്താവ്. അവൻ നമുക്ക് അവസരം തരും. പശ്ചാത്തപിക്കാനായാലും അനുതപിക്കാനായാലും അവസരം തരും. ആ അവസരം നമ്മൾ നഷ്ടമാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 1:18. അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ചു.
സംഭവിച്ചു? തല കീഴായി വീണ് നടുവിൽ പിളർന്നു, അവന്റെ കുടലെല്ലാം തുറിച്ചു പോയി. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, യൂദ ഒറ്റിക്കൊടുത്തു. യൂദ എന്നിട്ട് ആൾക്കാർ അവരുടെ അടുത്ത് പോയി പൈസ കൊടുത്തു, അവർ വാങ്ങിയില്ല, അവൻ കെട്ടി തൂങ്ങി ചത്തു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നുണ്ട്, അവൻ തലകീഴായി വീണ് നടുവിൽ പിളർന്ന് അവന്റെ കുടലെല്ലാം തുറിച്ചു പോയി. അതായത് അവന് കൊടുത്ത അവസരങ്ങളൊന്നും അവന് എന്ത് ചെയ്തില്ല, അവൻ അനുഗമിക്കാനായിട്ട് അത് ഉപയോഗിച്ചില്ല. അവന് ദ്രവ്യാമോഹവും പണത്തിൻ്റെതായിട്ടുള്ള ആ ഒരു അതിനോടുള്ളൊരു താല്പര്യം അവനിൽ ഉണ്ടായിരുന്നത് കൊണ്ട്, സാത്താൻ അവനെ അത്രത്തോളം പിടിച്ചിരുന്നത് കൊണ്ട് അവന് ക്രിസ്തുവിന്റെ വാക്കുകളോ അവന്റെ ഇമ്പമുള്ള വാക്കുകളോ കേട്ട് അവൻ അനുഗമിക്കാനായിട്ട് തോന്നിയില്ല. പക്ഷേ കർത്താവ് അവനിൽ നിന്ന് എത്രയോ ദൂരെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവന് മനസ്സിലായി, കർത്താവ് എന്റെ കൂടെ ഇല്ല എന്ന് മനസ്സിലായി. പക്ഷെ അവനത് തിരിഞ്ഞ് അപ്പോഴും അനുഗമിച്ചിരുന്നെങ്കിൽ, പത്രോസിനെ പോലെ അപ്പോഴും അനുഗമിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കർത്താവ് അവനെ സ്വീകരിക്കുമായിരുന്നു. പക്ഷേ അത്രത്തോളം വലിയ പാപം അവൻ ചെയ്ത് കഴിഞ്ഞു. കർത്താവ് അവനിൽ നിന്ന് ഒത്തിരി അകലെ പോയി കഴിഞ്ഞു, ക്രൂശിലേക്ക് അടുത്തു കഴിഞ്ഞു. അതായത് തന്റെ പ്രാണ സ്നേഹിതൻ സമ്മാനിച്ചതാണ് ആ കുരിശ്. അപ്പൊ ആ കുരിശിലേക്ക് അവൻ എത്തിക്കഴിഞ്ഞു. ദൈവത്തെ മറന്നു കളയുന്നവരുടെ അവസ്ഥ എന്ന് പറയുന്നത് സങ്കീർത്തനം 50:22 പറയുന്നുണ്ട്, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടാവില്ല. അത് തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ യൂദയുടെ കാര്യം പറയുന്നത്. അവൻ നടുവേ പിളർന്ന് കീറിപ്പോയി. ദൈവത്തെ അവൻ മറന്നു കളഞ്ഞതുകൊണ്ട്, ദൈവത്തെ അവൻ മനസ്സിലാക്കാത്തത് കൊണ്ട്, തന്റെ പ്രാണനായ കർത്താവിനെ അവൻ മനസ്സിലാക്കാത്തത് കൊണ്ട് അവനെ ദൈവം കീറിക്കളഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ നോമ്പുകാലം ഒക്കെ ചിന്തിക്കുമ്പോഴും നമ്മൾ പലപ്പോഴും മീൻ ഇറച്ചിയും തിന്നുന്നില്ല, അതാണ് ഇതാണെന്ന് പറയുമ്പോൾ ആ മീനും ഇറച്ചിയും നമ്മളൊരു 40 ദിവസത്തേക്ക്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതൊരു 40 ദിവസത്തേക്ക് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പിതാവിനോട് നമ്മൾ കാണിക്കുന്ന ആ ഒരു അനുതാപത്തിൻ്റെത് തന്നെയാണ്. പലരും അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കും. അതൊന്നുമല്ല. ഈ നോമ്പുകാലത്തിൽ നമ്മുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ആ ഒരു മകൻ ചെയ്ത ത്യാഗം, ആ പിതാവും മകനും നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗം എന്നുള്ളതാണ്. ആ മകൻ ആ മകനെ നമ്മൾ മറന്നു കളയുമ്പോൾ അവസരം തരും, അനുദപിക്കാൻ അവസരം തരും. പക്ഷേ നമ്മൾ അത് അനുദപിച്ച് തിരിച്ചു വന്നില്ല എങ്കിൽ ദൈവം നമ്മെ കീറിക്കളയും. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ലഹരിക്കോ പണത്തിനോ നമ്മുടെ സ്ഥാനമോ നോക്കോ, ഞാൻ ലഹരി എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അതാണ്. അതായത് ക്രൂശീകരണമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ തലമുറകൾ ഒരിക്കലും പുതിയൊരു യൂദയെ വാർത്തെടുക്കരുത്. അതായത് നമ്മൾ സ്വയം ഒരു യൂദയായി മാറരുത്. കാര്യം ഒറ്റിക്കൊടുക്കുന്നത് കൊണ്ടല്ല, യൂദ ഒറ്റിക്കൊടുത്തത് ഒരു തെറ്റല്ല, പക്ഷെ അവൻ ദൈവത്തെ മറന്നു കളഞ്ഞു. അവന്റെ മുന്നിൽ വന്ന പണത്തിന് മുന്നിൽ അവൻ ദൈവത്തെ മറന്നു കളഞ്ഞു. അവൻ അവസരം കിട്ടിയിട്ട് കർത്താവ് ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന രൂക്ഷമായ വാക്ക് കൊടുത്തിട്ടും യൂദ അത് മനസ്സിലാക്കി തിരിഞ്ഞു വന്നില്ല. പലപ്പോഴും നമ്മൾ തെറ്റ് ചെയ്യുന്നവരാണ്. നമ്മള് ഇപ്പൊ എത്രയൊക്കെ പ്രസംഗിച്ചാലും പാടിയാലും പ്രാർത്ഥിച്ചാലും പാടാതിരുന്നാലും നമ്മള് അവിശ്വാസിയായാലും വിശ്വാസിയായാലും തെറ്റ് എല്ലാവരും ചെയ്യും. പക്ഷേ നമുക്ക് അനുദപിക്കാനുള്ള അവസരത്തിൽ അത് നമ്മൾ വിനിയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ ദൈവം നമ്മളെ കീറിക്കളയും. അത് നമുക്ക് യൂദയ്ക്ക് അപ്പം കിട്ടിയ 30 വെള്ളിക്കാശ് എന്ന് പറയുന്നത് അവന്റെ സന്തോഷം അത്രമേൽ ഉയർത്തിയ ഒന്നാണ്. പക്ഷെ ആ ഒരു ഞൊടി നേരത്തേക്കുള്ള ഒരു നന്മയ്ക്ക് വേണ്ടി അവൻ അതിമഹത്തായതിനെ ത്യജിച്ചപ്പോ അവനുണ്ടായ മരണമോ, ഇന്നും ആൾക്കാർ യൂദയെ ഒരു നല്ലവനായിട്ട് ഇന്നും കാണുന്നില്ല, ഇനി കാണാനും പോകുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, പ്രിയമുള്ളവരെ, എല്ലാവരോടും പറയാൻ ഒന്നേ ഉള്ളൂ, നമ്മുടെ മനസ്സിൽ യൂദ ജനിക്കാതിരിക്കട്ടെ. നമ്മുടെ പ്രാണസ്നേഹിതർക്ക് നാം ഇനി ഒരു ക്രൂശ് സമ്മാനിക്കാതിരിക്കാൻ, നമ്മുടെ മനസ്സിൽ യൂദ ജനിക്കാതിരിക്കാൻ എപ്പോഴും കർത്താവിനോട് അനുതാപത്തോടെ പ്രാർത്ഥിക്കാം. അതുപോലെ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ, ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നുള്ളൊരു വാക്ക്. നമ്മൾ ഒരിക്കലും നമ്മുടെ പിതാവ് ആ ഒരു വാക്ക് പറയാതിരിക്കാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ നോമ്പുകാലത്ത് നമ്മെ താഴ്മയോടെ നമുക്ക് പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ ചോദ്യങ്ങളെല്ലാം കർത്താവിനോട് ഉന്നയിക്കണം. അവൻ മാത്രമേ നമുക്ക് ഉത്തരം തരുള്ളൂ. അവൻ മറുപടിയായി ഇറങ്ങി വരും. ഈ നോമ്പുകാലത്തിൽ ദൈവം നമ്മെ ഓരോരുത്തരെ അതിന് സഹായിക്കുമാറാകട്ടെ. ആമേൻ.